ശലക്കുന്ന പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ടൂർ ഷോപ്പിംഗ് അല്ല, ബാഗ് പാക്കിംഗ് ആണ്. ഇപ്പോഴും തെറ്റും. ഷോപ്പിങ്ങിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അതെന്താ വെച്ചാൽ വേഗം പോയി വാങ്ങേണ്ട ആവശ്യമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഷോപ്പ് ചെയ്ത സാധനങ്ങൾക്ക് ഇന്ന് ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. നാളെയാണ് എൻ്റെ ടൂറ്. അപ്പൊ എന്തായാലും നേരെ വീഡിയോക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച് കാണിച്ചു തരാം. ഞാൻ തുറക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഫസ്റ്റ് സ്ക്രഞ്ചീസാണ്. ഞാൻ കുറേ നാളെ വാങ്ങി കഴിക്കണം. വെള്ളം എനിക്കറിയാം ചെളി പിടിക്കുന്നു, പക്ഷേ എനിക്കൊരാഗ്രഹം വെള്ളം വേണമെന്ന്. ഇപ്പോഴും ചെളി പിടിക്കുന്നതുകൊണ്ട് ഇന്നാ പോരെ. അതേപോലെ തന്നെയാണ് എൻ്റെ ഷൂവിൻ്റെ കാര്യം. പിന്നെ ഇത് അമ്മയ്ക്ക് വാങ്ങിയതാണ്. എനിക്കിഷ്ടമായി ഈ ക്ലിപ്പ്. നല്ല രസമുള്ള കാണണം. കണ്ണില്ലേ നല്ല രസമുണ്ടല്ലേ? വിരിയിടിച്ച് നന്നായി. പിന്നെ ഈ ഒരു പർപ്പിൾ സ്ക്രഞ്ചി അവിടെ കാണില്ല, അതിങ്ങനെ. പിന്നെ ഒരു എന്തോ പിങ്ക്, ഫ്ലൂറസെന്റ് പിങ്ക്. പിന്നെ ഒരു വൈറ്റ് അല്ല, അത് വൈറ്റ് ആണത്. ഒരു ക്രീമും വൈറ്റ് പോലെയൊക്കെ. കറക്റ്റ് വൈറ്റ് അല്ല. പിന്നെ ഇത് അമ്മയ്ക്ക് വാങ്ങിയ ഇതാണ് ക്ലിപ്പ്. മറ്റെന്താ പറയുന്നത്, സ്ലൈഡ് അല്ല, ഇങ്ങനത്തെ ക്ലിപ്പിന് എന്താ പറയുക, സ്ലൈഡ് തന്നെ. പിന്നെ എനിക്ക് വേണ്ടി കഴിച്ച് വാങ്ങി. അതിങ്ങനെ മുറിണ്ട് കൂടി കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ചേച്ചി ബില്ലടിക്കുമ്പോൾ നാളെ ഇടണ്ടല്ലേ, അതിന് നേരെ വെക്കുന്നു വേണ്ട. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പോയപ്പോൾ എന്നെ അവിടെ കാണിച്ചപ്പോൾ എനിക്ക് ഇതാ ഇഷ്ടമായി. അതാണ് ഞാൻ അത് വാങ്ങിച്ചത്. പാകം മുട്ടിരിക്കുകയല്ലോ. ഞാനത് ചേച്ചീന് എന്താണ് ഇങ്ങനത്തെ കുഞ്ഞു ഹാർട്ടും ഇങ്ങനെ മുട്ടും കല്ലുകളൊക്കെ ഉള്ളതാണ്. നമ്മുടെ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത് അതെല്ലാവർക്കും ഇരിക്കും. എനിക്ക് അവിടെ പോയപ്പോൾ എന്നെ ഫസ്റ്റ് ഇഷ്ടമായത് ഇതാണ്. ഇതെന്തായാലും പിന്നെ വീട്ടിൽ നേരം വേണ്ട. അപ്പോൾ അത് ഫസ്റ്റ് അതാണ്. അപ്പോൾ കഴിച്ച് നമുക്ക് സ്ക്രഞ്ചിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാ? ഈ മൂന്നെണ്ണത്തിൽ കളർ ക്രീം ഏതാ? എനിക്ക് ഉണ്ടത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് പൊട്ടിച്ചിട്ടില്ല. അതിന് മുമ്പ് കമ്മലുകൾ കാണിച്ചു തരാം. കമ്മൽ ഇങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈയുടെ ആണ്. കണ്ട നിങ്ങൾക്ക് ബട്ടർഫ്ലൈയുടെ കാണാനില്ല, എന്നിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്, ഇങ്ങനത്തെ ഒരു പൂവിൻ്റെ റോസാപ്പൂ. ഇതിലേതാ രസം? ഏതാ ഇടണ്ടേ അത് പറയാം. നിനക്ക് ഇഷ്ടമുള്ള കേട്ടോ. എനിക്ക് റെഡ് ഇഷ്ടമായി. സ്റ്റഡിൻ്റെ അമ്മയ്ക്ക് ഏതാ ഇഷ്ടമായി പറ. എനിക്ക് റെഡ് ഇഷ്ടമായി. പിന്നെ ഞാനൊരു മോതിരം വാങ്ങി. ഈ മോതിരം ഓൾറെഡി ഉണ്ട്. ഇത് വെള്ളിയാണ്. അതല്ലാണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മോതിരം വാങ്ങി. ഞാൻ അവിടെ നിന്ന് കിട്ടുക നോക്കിയതല്ലേ. എന്താണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായി എനിക്ക് പിങ്ക് വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് കണ്ട രസിലെ തേച്ച് കാണിച്ചില്ല. ഇതാണ് കളർ. ഇതാണ് കളറ്. അപ്പോൾ പിങ്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് റെഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനത്തെ പൂച്ചയുടെ മോഡലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മോഡൽ നോക്കി വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ വെട്ടിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിയത്. എന്തായിരുന്നു എൻ്റെ പേര് ഇപ്പോഴും എനിക്ക് കിട്ടില്ല. ലിപ്സ്റ്റിക്ക് എനിക്ക് പീച്ച് കളറും ഇങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡ്. ഇതിൻ്റെ പേരെന്താ എനിക്ക് കിട്ടുന്നില്ല. ഇതാണ് ഇട്ട് കാണിച്ചത്. കണ്ടിട്ടേ ഇത് നമുക്കൊരു തുണ്ട് തേച്ചിട്ട് ഇങ്ങനെ ആക്കിയ ലൈറ്റ് കളറും. ഞാൻ അങ്ങനെ തന്നെ ചുണ്ടി തേക്കില്ല. എനിക്ക് അങ്ങനെ കടുപ്പിച്ചിടുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുണ്ട് ചുണ്ടും മുട്ടിക്ക്, എന്നിട്ട് അതിങ്ങനെ പരത്തും. അങ്ങനെ ഞാൻ ചെയ്യാറ്. മുന്തിരിയുടെ സ്മെല്ല് പിന്നെ. അപ്പോൾ ഫാൻസി ഇതൊക്കെയാണ്. ലിപ്സ്റ്റിക്ക് കാണിച്ചു. ഫാൻസി ഇതല്ല. അപ്പോൾ ഫാൻസിക്ക് ഇതാണ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചില്ലേ, ഇനി ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ്
നമ്മുടെ ഫാൻസി മോതിരമൊക്കെ. അപ്പോൾ ഇനി ഞാൻ കാട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഉള്ള മേക്കപ്പ് പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്നാൽ ഞാൻ അതെടുത്തിട്ട് തരാം. അപ്പോൾ വേഗം കാണിച്ചു പോവാം. ഇതെൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന റെഡ് കളറാണ്. അത് ഞാൻ ഇപ്പോൾ വലിയൊരു കട്ടുന്നില്ല. ഇതെൻ്റെ ഉള്ള ലിപ് ബാമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ടൂറിന് പോയപ്പോൾ വൈകാണ് അതിൻ്റെ മുടി ചെറുതായിട്ട് ലൂസ് ചെയ്തു. അത് അവിടെ നിന്ന് വാങ്ങി എല്ലാവരുടെയും മുടി ലൂസാവുകയും ചെയ്തു. പിന്നെ ജീപ്പ്, പിന്നെ ഇത് ഇടാനുള്ള പെട്ടിയാണിത്. പിന്നെ പിന്നെ ഇത് ഈ അടുത്ത് വാങ്ങിയതാണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. വാങ്ങിയതാ? ഓൺലൈനിൽ വാങ്ങിയില്ലേ? ഇതിൻ്റെ ഉള്ളിൽ പൂവുള്ളത് ഒറിജിനൽ പൂവെന്നല്ല, ചമർത്തല്ല, പൊട്ടിപ്പോവും. ക്യാമറ കൊണ്ട് മുത്തല്ല ഏട്ടാ, അത് ഒറിജിനൽ പൂവെന്നല്ല. ഇതെന്നാ പലവരുടെ ചുണ്ടിൽ പല നിറമാകുക. അതിൻ്റെ പിങ്ക് തന്നെയാണ് ഇവിടെയിരിക്കുന്നത്. പിന്നെ ഒരു ലിബാമ്, അത് തുറന്നു വേണ്ടല്ലേ ഏട്ടാ, വേഗം നമുക്ക് കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞു, പിന്നെ എന്താ ഇത് പിന്നെ പിന്നെ വാച്ച്. ഇത്രയാണ്. പിന്നെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്, ഞാൻ ഓരോ പ്രാവശ്യം എപ്പോഴെങ്കിലും പൈസ കിട്ടുമ്പോൾ മാലകൾ വാങ്ങും. അപ്പം ആ മാലകളാണ് ഇതിലമ്മ പറയണ ഏത് ഇടണമെന്ന്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മാല. ഒന്നാമത്തെ ഒരു കിരീടം കാണാനില്ലേ, കിരീടം. രണ്ടാമത്തെ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് നിൽക്കാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ഇങ്ങനത്തെ ഒരു ഹാർട്ട് ഷേപ്പ് കിരീടം. പിന്നെ ഒരു വലിയ പൂമ്പാറ്റുണ്ട്, അതെനിക്കിഷ്ടമായി. പിന്നെ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഒരു വെറും ബോർഡറൊന്നും ഇല്ലാത്ത വെറും പൂമ്പാറ്റുണ്ട്, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായി. ഇതും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ എനിക്ക് ഈ മാലകളൊക്കെ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടമായ മാലയാണിത്. അടുപ്പിച്ച് കാണിച്ച്, അതൊരു ഗോൾഡൻ കളർ, ഭയങ്കര ഗോൾഡൻ. ഇതുപോലെ ഭയങ്കര ഗോൾഡൻ അല്ല, ഇത് മുക്ക് പോലെ തോന്നുന്നു ഒരുമാതിരി. അപ്പോൾ അതൊക്കെ ഫാൻസി. ഇത് പിന്നെ ഒരു നീല കളറാണ്, ലൈറ്റ് ആകാശ നീലയാണ്. പിന്നെ ഇത് ക്രിസ്മസിന് വാങ്ങിച്ച റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു പൂമ്പാറ്റ കൊണ്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും എല്ലാം പൂമ്പാറ്റയാണല്ലോ എന്ന്. എനിക്ക് ഇഷ്ടം തോന്നുന്നതാണ് ഇതൊക്കെ. അമ്മ പറയണം ഇതിലേതാണ്. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് ഈ മൂന്നെണ്ണം. ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിലേക്ക് ഒട്ടും ചേരില്ല, തിളങ്ങി കാണില്ലേ, സിൽവറൊന്നും. ബ്ലാക്കൊക്കെയാണ് കൂടുതലാണ്. അമ്മ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായില്ല. അത് എന്താ വെച്ചാൽ ഡ്രസ്സിൻ്റെ കൂടെ നല്ലോണം തിളങ്ങി നിൽക്കും. അപ്പം ഇതല്ലെങ്കിൽ ഇതിലേതെ വന്നിട്ട് ഞാൻ ആ ബനിയൻ എടുത്തിട്ട്, ഇതാണ് ഞാൻ ഇടുന്ന ബനിയൻ. ഇവിടെ കാണിച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് ഓരോ മല വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ഇത് ബ്ലാക്ക് എന്തായാലും ചേരും, പക്ഷേ അത് മതി. ഇനി സിൽവർ വെച്ച് കാണിച്ചു തരാം. സിൽവർ അങ്ങനെ കാണില്ല. ഓക്കെ, അപ്പോൾ മാല ഫിക്സഡ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന മാല. അപ്പോൾ എന്തായാലും അത് സക്സസ്. അപ്പോൾ ഇനി നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ആക്കാൻ പോകുന്ന കവറാണിത്. എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. വാച്ചും ഇതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നതൊക്കെയാണ്. അവിടെ നിന്ന് തുടങ്ങണം. ഞാൻ ആദ്യം വയ്ക്കാം ഇയറിംഗ്, പിന്നെ ഇതൊക്കെ വയ്ക്കും. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇത് വയ്ക്കാം. എൻ്റെ ഇത് വേറൊരു ലിബാമുണ്ടാവും താഴെ. അതിപ്പോൾ ഞാൻ നാളെ രാവിലെ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ താഴോട്ട് പോകുന്ന നിലവിൽ വശിപ്പിക്കും. എങ്ങനെയാണെന്ന് ഞാൻ വയ്ക്കണ്ടായിരുന്നു. അയ്യോ അമ്മയുടെ സാധനങ്ങൾ വാങ്ങിക്കാം. ഒക്കെ ഇത് ഓൾറെഡി വെക്കാൻ. അത് നാളെ ഇട്ടിട്ട് പോണല്ലേ? അത് പോകുമ്പോൾ ഒന്നും ഇടാൻ പാടില്ല. കളഞ്ഞ പോയാൽ അവർ കുറ്റം പറയാം. സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങുന്നല്ലേ വരുമ്പോൾ. ഒക്കെ നമ്മൾ തയ്ച്ച് മിച്ചു മാള വെച്ച് അല്ലെങ്കിൽ പിന്നെ ഇത് വയ്ക്കാം. ഇത് വെച്ചാൽ നീ മോതിരം ഇത് നമ്മൾ ഇടണ്ടേ, ഇത് മതി. ഇത് ഓക്കെ, ഇത് വെക്കട്ടെ. അപ്പം രാവിലെ ഇട്ടിട്ട് പോണ കമ്മലേതാ? രാവിലെ ഇട്ടിട്ട് പോണല്ലേ. അത് രാവിലെ ഇടാൻ പാടില്ല, ഒന്നും ഇടാൻ പാടില്ല രാവിലെ. വല്ല ഇതുപോലത്തെ പെണ്ണൊക്കെ ഇട്ടിട്ട് പോവുക കയ്യിൽ. എന്താ വെച്ചാൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുന്നതല്ലേ, പോയാൽ നമ്മൾ കുറ്റം കൊണ്ടിടും, അവരൊന്നും പറയില്ല. ഓക്കെ, അതൊക്കെയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ഇതാക്കണ്ടേ കൊള്ളുന്നത്. ഇത് പോകുമ്പോൾ തന്നെ ഇട്ടിട്ട് പോകണം.
ഇത് പോകുമ്പോ തല കിട്ടും. ഇത് രണ്ടെണ്ണം ഞാൻ കയ്യിലിടും. ഇത് പിന്നെ വരുമ്പോ കയ്യിലുണ്ട്. ഇതിരിക്കട്ടെ. ഓക്കെ, ഇതൊക്കെ എനിക്ക് സംശയമാവുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് വെക്കാം. വേണം, വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇത് വെക്കാം. ഇതും വെക്കാം. പിന്നെ ഇത് വയ്ക്കണ്ടേ, ഇത് വയ്ക്കാം. പിന്നെ ഇത് പെട്ടെന്ന് തുറന്നു. 3000 വെച്ചാൽ തുറന്നില്ല. ആദ്യം സ്നാക്സ്. അപ്പൊ ഇനി എന്താ ബേക്കറിയിൽ വന്നിട്ടുണ്ട്. ഇത് വേഫർ റോളാണ്. പിന്നെ ഡാർക്ക് ഫാൻറ്റസി, പിന്നെ പിന്നെ ഈ പൊട്ടാറ്റോൻ്റെ ഇത്, പിന്നെ ബർബൺ, പിന്നെ ഞാൻ ഒരു ലേസ വാങ്ങിയുണ്ടോ വലിയത്. അപ്പോൾ സ്പേസ് കിട്ടും. പിന്നെ ഒരു കപ്പ് കേക്ക് വാങ്ങി, ചോക്ലേറ്റിൻ്റെ. പിന്നെ ഈ പൊട്ടാറ്റോ ഒരെണ്ണം വാങ്ങി, ചെറിയ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മോൾക്കിൻ്റെ ഒരെണ്ണം വാങ്ങി. പിന്നെ മഞ്ച് വാങ്ങി. പിന്നെ ലോക്കി ചോക്കോപ്പൈ 4 വാങ്ങിയിട്ടുണ്ട്. മഞ്ച് 2 വാങ്ങിയിട്ടുണ്ട്. ഡയറി മിൽക്ക് മഞ്ച് 3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കിറ്റ്കാറ്റ് 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ മിൽക്കി ബാർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഡിങ്, ഇത് റംബൂട്ടാൻ, അത് സ്ട്രോബെറി. പിന്നെ ഇത് ഇതിൻ്റെ കൂടെ ഉള്ള നോക്കി സ്പൂണ് നോക്ക്. അത് കോരി തിന്നാനുള്ളതാണ്. 2 ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയില്ല, പക്ഷെ ഞാനത് ഒറ്റയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്നാക്സ്. പക്ഷെ എനിക്ക് സ്നിക്കേഴ്സ് കിട്ടിയില്ല. അപ്പം 7up വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അവിടെ ഇല്ല. അത് പാക്കറ്റ് കുഞ്ഞതാണ്. അപ്പോൾ അതും നാളെ വാങ്ങണം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അത് കിട്ടാത്തതുകൊണ്ട്. പിന്നെ കിബിലിന് വാങ്ങണം എന്ന് ചോദിച്ചാൽ, പക്ഷെ അത് അത്ര നല്ല സാധനമല്ല. അത് പ്ലാസ്റ്റിക് അടങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങുന്നില്ല. അപ്പോൾ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, എന്തായാലും ബയോളി. അത് ഞാൻ വെച്ചില്ല, അത് വയ്ക്കാം. അപ്പോൾ അത് പാക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലൈറ്റ് കൊടുക്കാം. ബട്ടർ എന്താ ബർബണും വെച്ചു, മിഠായികളും വെച്ചു. ഈ 3 മഞ്ച്. പിന്നെ ലൈസ് ലാസ്റ്റ് വയ്ക്കും, കാരണം അത് എനിക്ക് പോകുമ്പോഴേ എല്ലാവരും തിന്നുന്ന സാധനം. ഇത് ഈ സ്പൂണ് നമ്മൾ അപ്പറായിരിക്കും എനിക്ക് വരുന്നത്. ആ സ്പൂൺ അപ്പൊ ചെറിയ കള്ളിയിൽ വല്ല വെക്കേ. കഴിഞ്ഞ പ്രാവശ്യം ലോട്ടിച്ചൊക്കെ പെയിന്റ് ഉണ്ടായിരുന്നു, അതാണ് എനിക്കിഷ്ടം. ഇത് വേറെ കള്ളിയിൽ വെക്കാം. പിന്നെ ലാസ്റ്റ് ഇത് വെക്കാം. സത്യം പറഞ്ഞാൽ ബാഗ് ഫുള്ളായി. അപ്പോൾ ഞാൻ അത് വെച്ചു. ഇനി ഇത് വെക്കേണ്ടതല്ല, ഇത് എനിക്ക് ഇടേണ്ടതാണ്. വാച്ച് മുമ്പിടുണ്ടായിരുന്നു, അത് ഇനി എന്താ വേറെ കുറച്ച് സാധനം കൂടി വെക്കാണ്ട്. ഡ്രസ്സ് അതിന്. അപ്പോൾ ഇതാണ് ഞാൻ ഡ്രസ്സ്, ബാഗും ഒരു പിന്നിയുമാണ്, പിങ്ക് കളറ്. അപ്പോൾ ഇത് ഞാൻ മേക്കപ്പിൻ്റെ കണ്ടിലാണ് വെക്കുന്നത്, കാരണം ഇത് ഇട്ടതിന് ശേഷമല്ല പോകുമ്പോഴല്ലേ മേക്കപ്പ്. അപ്പോൾ ഇത് ഇട്ടിട്ടല്ലേ നമ്മൾ താഴേക്ക് മേക്കപ്പ് എടുക്കുള്ളൂ, അതുകൊണ്ട് അത് മേലെ ഇരുന്നോട്ടെ. പിന്നെ എന്താ ഇത് ഇവിടെ ഇരിക്കട്ടെ, കാരണം എൻ്റെ യൂണിഫോമാണ്, ഇടേണ്ട യൂണിഫോം, അത് മാറേണ്ടതായതുകൊണ്ട് അത് ഇട്ടിട്ടാണ് പോകേണ്ടത്, അതുകൊണ്ട് അതോട്ട് ഇരിക്കട്ടെ. അപ്പോൾ സ്നാക്സിൻ്റെ കണ്ട് ഇനി എന്താ ഡ്രസ്സ് വെക്കേണ്ടതാണ്, ഷൂ വെക്കേണ്ടതാണ്. ഷൂ വെക്കേണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ട് എന്തോ സംശയം തോന്നുന്നു, എനിക്ക് മനസ്സിലായി. വേറെ ഒന്നുമില്ല, ഞാൻ പോകുമ്പോൾ ക്രോപ്സ് ഇട്ടിട്ടും വരുമ്പോൾ ഷൂ ഇട്ടിട്ടാണ്. അപ്പോൾ പോകുമ്പോൾ ഷൂ ഉള്ളതുകൊണ്ട് ഭാരം ഉണ്ടാവും, പക്ഷെ വരുമ്പോൾ ക്രോപ്സ് അതിൽ വെക്കുന്നതുകൊണ്ട് ഭാരം പോലെ. ആ ഒരു സഞ്ചരിക്കുന്ന അതിലാണ് ഞാൻ ഇട്ട ക്രോപ്സ്. അല്ല, പച്ച പച്ച ഈ കുഞ്ഞൊക്കെ പറഞ്ഞാലും 2 കള്ളി കിട്ടി. അപ്പോൾ ഇതിൻ്റെ കഴിയാണ് ഒക്കെ അപ്പം ഇത്ര ഉള്ളോ. ഇനി നനഞ്ഞ ഡ്രസ്സ് വെക്കാനുള്ളത് കള്ളിയുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇതൊക്കെ അമിച്ചുന്നത്. ഇത് നാളെ ഇട്ടിട്ട് പോകുന്നത് കഴുകി വൃത്തിയാക്കുന്നത്. ഇതൊക്കെ നാളെ ഇട്ടിട്ട് പോകേണ്ടതാണ്. വരുന്നില്ലല്ലോ, ഇതൊക്കെ നാളെ ഇട്ടിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും നാളെ ടൂർ പോയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നാളെ പുലർച്ചെ കാണാം ഫ്രണ്ട്സ്. അപ്പം ഞാൻ പോവാണ് ഫ്രണ്ട്സ്. ഈ 4 ബസ്സിലാണ്. ഇതിൽ 3ാമത്തെ ബസ് എന്നാണ് പറഞ്ഞത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ പോവാണ്. ഇതെൻ്റെ സ്കൂള്. ഇതൊന്നാമത്തെ ബസ്. 2ാമത്തെ പേര് കാണുന്നില്ലല്ലോ. ഡിഗേംബാര എന്തൊക്കെയാ പേര് എനിക്കറിയില്ല. ഇതാണ് ഞാൻ മുമ്പ് പഠിച്ച LP സ്കൂള് കണ്ടു. പിന്നെ ഇത് മഹാരാല. ഈ പേരൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഫസ്റ്റ് കണ്ട ഹാപ്പി എന്ന് പറഞ്ഞത് ഇഷ്ടമായി. ഇതും കൂടി നോക്കട്ടെ. അല്ല, നമ്മൾ ചെയ്യുന്ന ബസ് ഏതാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്താ ഹാപ്പി, 2 ഹാപ്പി ഉണ്ട്, 2 എണ്ണം വേറെ. ഇതിൻ്റെ PT ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ടൊക്കെയാണ്. ഇതെൻ്റെ സ്കൂള്. പിന്നെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ പോവാണ്.